പ്രവാസ ലോകത്ത് ചില ഭർത്താക്കന്മാരുണ്ട്. ചെറിയ സാലറി ഉണ്ടാവും, ചെറിയ വരുമാനമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരം ഭർത്താക്കന്മാർ എന്നും ഭാര്യമാരിൽ കേൾക്കുന്നത് അവഗണനയാണ്, അമ്പയർനെസ് ആണ്. അത് മനസ്സിനെ ഒരുപാട് അവരെ വേദനിപ്പിക്കുന്നുണ്ട്. ഇന്ന ആള് ഇന്നത് നേടി, ഇതുണ്ടാക്കി, അങ്ങോട്ട് കറങ്ങാൻ കൊണ്ടുപോയി, ടൂറ് പോകുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കി സ്വന്തം ഭർത്താവിനെ കുത്തുവാക്ക് പറഞ്ഞ് മനസ്സിനെ വിഷമിപ്പിക്കും. ഒരിക്കലും ഭാര്യമാരെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം ഏറ്റവും കൂടുതൽ നരകത്തിലുള്ളത് സ്ത്രീകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള കാരണം പറഞ്ഞത് നിസ്കരിക്കാത്ത പെണ്ണായതുകൊണ്ടല്ല, നോമ്പ് നോക്കാത്ത പെണ്ണായതുകൊണ്ടല്ല, സിക്ർ ചൊല്ലാത്ത പെണ്ണായതുകൊണ്ടല്ല, ഉംറയൊക്കെ ചെയ്ത പെണ്ണായിരിക്കും. പക്ഷേ ഭർത്താവിന്റെ മനസ്സിനെ വേദനിപ്പിച്ചു, ഭർത്താവിന് ശാപവാക്കുകൾ പറയുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് സ്ത്രീകൾ അധിക പേരും നരകത്തിലേക്ക് പോകുന്നത്. വലിയ ഗുരുതര തെറ്റാണ്. ഒരിക്കലും അങ്ങനെ നിങ്ങളെ ഭർത്താക്കന്മാരെ മനസ്സ് വേദനിപ്പിക്കരുത്. അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന നല്ല വാക്കുകൾ, ചെറിയ ചെറിയ സന്തോഷ വാക്കുകൾ സാരില്ല, ചെറിയ വരുമാനമായ സാരില്ല, നിങ്ങൾ ആഫിയത്തോടെ ജീവിച്ചാൽ മതി, എനിക്ക് നിങ്ങളുടെ പരിഗണന കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് എത്ര സന്തോഷമാണ്. അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് എത്രയാണ്. ഇത് ഫോൺ വിളിക്കുമ്പോൾ തന്നെ ഫോൺ ആൻസർ ചെയ്യുന്നില്ല. എപ്പോഴും ഈ ഭാര്യമാർക്ക് അവരെക്കാൾ മുകളിലുള്ളവരെ നോക്കിയതാ, ഇന്ന ഭർത്താവ് അവൾക്ക് ഐഫോൺ കൊടുത്തു, അവൾക്ക് വീട് പണിത് കൊടുത്തു, ഇങ്ങനെ ചെയ്ത് പറഞ്ഞിട്ട് ഒരിക്കലും അത് എപ്പോഴും അങ്ങനെ ഫോൺ വിളിക്കും പറയുമ്പോൾ ഇദ്ദേഹത്തിന് പിന്നെ ടെൻഷനാവാൻ തുടങ്ങി. എൻ്റെ ഭാര്യ പോലും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, ഓൾറെഡി ജോലിയിൽ സാലറി കുറവാണ്, അവിടെ ഒരു സമാധാനം ഇല്ല, ഭാര്യയിൽ നിന്ന് സമാധാനമില്ല. ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് പിന്നെ ഹൃദയാഘാതം വരാതിരിക്കുമോ, ടെൻഷൻ അടിച്ച് പിന്നെ ഉറക്കത്തിൽ മരിക്കുന്നു. അങ്ങനെ ഭർത്താക്കന്മാരുടെ അത് ആയുസ്സിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവിന് പൈസ കൊടുക്കുന്നതും അള്ളാഹുവാണ്, നിങ്ങളുടെ ഭർത്താവിനെ ദരിദ്രനാക്കുന്നതും അള്ളാഹുവാണ്. അതിലൊക്കെ റബ്ബിനൊരു പ്ലാൻ ഉണ്ട്. അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൂടുതൽ പരീക്ഷണങ്ങളാണ് കൊടുക്കുന്നത്. ആ ഒരു ഭർത്താവ് ചിലപ്പോൾ സമ്പന്നത കുറഞ്ഞതായിരിക്കാം, അയാൾക്ക് പൈസ കുറച്ച് സാലറി കുറവായിരിക്കാം, പക്ഷെ അയാൾ ദീനിയായിരിക്കാം, അള്ളാഹുവിനെ എന്നും നിസ്കരിക്കുന്ന, തഹജ്ജുദ് നിസ്കരിക്കുന്ന, ഒരു വക്ത് കളാക്കാതെ 5 വക്ത് പള്ളിയിലേക്ക് പോയി നിസ്കരിക്കുന്ന നല്ലൊരു ഭർത്താവും. അതിന് കാരണം അദ്ദേഹത്തിന് ഈ ഒരു പരീക്ഷണമായിരിക്കാം. അള്ളാഹുവിലേക്ക് അടുക്കുന്നുണ്ടല്ലോ, അയാളെ കൂടെ റബ്ബുണ്ടല്ലോ, പിന്നെ പൈസ ഇല്ലെങ്കിൽ എന്താ, പൈസ ഉണ്ടായിട്ട് ആരും കൊണ്ടുപോകുന്നുണ്ടോ? എത്ര സമ്പന്നന്മാർ ഹൃദയാഘാതം മൂലം മരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഒരു നിധി എന്ന് പറയുന്ന ദീനാണ്. അത് അദ്ദേഹത്തിന് കിട്ടാൻ കാരണം ദരിദ്രം, അത് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണമാണ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക, അയാളെ കൂടെ റബ്ബില്ലേ, അപ്പൊ അള്ളാഹു ഉണ്ട്. അപ്പൊ ഭർത്താവിന്റെ കാലിനടിയിലാണ് ഒരു ഭാര്യയുടെ സ്വർഗം. അയാൾ നിങ്ങൾ കാരണം സന്തോഷിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിച്ചു. ഈ ദുനിയാവല്ലല്ലോ എല്ലാം. ഇവിടെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം, വലിയ വീടുണ്ടായിട്ട് കറങ്ങാൻ പോയിട്ട് എന്ത് കാര്യം? പരലോകത്ത് നിങ്ങളെ ഭർത്താവിന് അള്ളാഹു സ്വർഗം വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന് സപ്പോർട്ട് കൊടുത്ത് നിങ്ങൾ ഒരുമിച്ച് അള്ളാഹു സ്വർഗം തരില്ലേ? ഇത് ഈ ദുനിയാവ് അങ്ങനെയല്ലേ, പരീക്ഷണത്തിന്റെ ലോകമല്ലേ. ഇവിടെ കൂടുതൽ പരീക്ഷണം, വിഷമങ്ങൾ ആര് നേരിടുന്നു? അവർക്ക് അള്ളാഹുവിനോട് ഇഷ്ടം എന്നാണ് അർത്ഥം. നിങ്ങളെ ഭർത്താവിന് അള്ളാഹുവിന് ഇഷ്ടം, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും പ്രവാസിയായ ഒരു ഭർത്താക്കന്മാർ ആരെയും വരുമാനം കുറഞ്ഞു എന്ന കാരണത്താൽ അവരെ കുത്തി വേദനിപ്പിക്കരുത്. അതേപോലെ ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ എത്ര ചെറിയ സാലറി ആയാലും എന്തായാലും നിങ്ങളെ ഭാര്യമാർക്ക് എപ്പോഴും ഫോൺ വിളിച്ചിട്ട് അവർക്ക് സന്തോഷം പരിഗണന കൊടുത്തുകൊണ്ടേയിരിക്കുക. അവർക്ക് നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു തോന്നൽ കിട്ടിയാൽ തന്നെ അത് അവർക്ക് വലിയ സമ്പത്ത് കിട്ടുന്നതിനേക്കാളും അവർക്കത് ഇഷ്ടമാണ്. അവർക്ക് സമ്പത്ത് തന്നെ വേണമെന്നിട്ടില്ല, അവർ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുക, പരിഗണന കൊടുക്കുക, എന്നും ഫോൺ വിളിക്കുക, എന്നിട്ട് നല്ല രീതിയിൽ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോവുക. അപ്പോൾ ഭാര്യമാർ അങ്ങനെ മനസ്സിലാക്കുക, ഭർത്താക്കന്മാർ ഇങ്ങനെ പരിഗണന കൊടുക്കുക, ആരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഇനി സമ്പത്ത് കിട്ടിയാൽ മാത്രമേ സ്നേഹിക്കൂ എന്ന ഒരു തെറ്റായ ധാരണ ഭാര്യമാർ വിടുക. സമ്പത്ത് ഇല്ലെങ്കിലും സമ്പത്തുണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഭർത്താവാണ് വലുത്, അവൻ്റെ കാലിനടിയിലാണ് എൻ്റെ സ്വർഗം, അവൻ എത്ര സംതൃപ്തിപ്പെടുത്തിയാൽ എന്തായാലും ഇവിടെ കുറച്ച് ക്ഷമിച്ചാലും എനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നാളെ പ്രതിഫലമുണ്ട്, സ്വർഗമുണ്ട്, ഭർത്താവിൻ്റെ പൊരുത്തത്തിലാണ് എൻ്റെ സ്വർഗം എന്ന രീതിയിൽ രണ്ടുപേരും മുന്നോട്ട് പോവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.